വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ഉള്ള കപ്പ് കേക്കാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഡോളീസ് ഇൻ കപ്പ് കേക്കാണ്. അപ്പം ഹിയർ ഈസ് എ റെസിപ്പി. ലെറ്റ്സ് ഗോ ടു ബേക്ക് ഷോപ്പ്. ആദ്യമേ നമുക്ക് നമ്മുടെ വെള്ളവും കൊക്കോ പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം കൊക്കോ പൗഡറും വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് അടി പിടിക്കും കേട്ടോ. അങ്ങനെ ഒരു കാരണവശാലും വരാൻ പാടില്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ നമുക്ക് ബോയിൽ ചെയ്ത കൊക്കോ പൗഡറും വാട്ടറിൻ്റെ മിക്സിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബ്രൗൺ ഷുഗർ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബട്ടറും ബ്രൗൺ ഷുഗറും ഈ ബോയിൽ ചെയ്ത മിക്സിലോട്ട് ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ച ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടറും ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ബേക്കിംഗ് പൗഡർ വന്നു കഴിയുമ്പോഴത്തേന് അത് പെട്ടെന്ന് ആക്റ്റീവ് ആവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന യോഗട്ടും അതുപോലെ തന്നെ എഗ്ഗും നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പിയിൽ ശരിക്കുമുള്ളത് സവർ ക്രീമാണ്. സവർ ക്രീം സാധാരണ നമുക്ക് ഏരിയയിൽ കിട്ടാൻ പാടാണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ യോഗട്ട് വെച്ച് കേട്ടോ. അപ്പം ശരിക്കുമുള്ള നമ്മുടെ ഡോളീസ് ഇൻ കേക്കുകളിൽ നമ്മൾ സവർ ക്രീമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്ന യോഗട്ട് വെച്ചാണ് കേട്ടോ. ഇനി നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് സോഡയും നമുക്ക് നല്ലോണം അരിച്ച് നമ്മുടെ ലിക്വിഡിലോട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്കിനി ഒരു മഫിൻ മോളിലോട്ട് നമുക്ക് പോർ ചെയ്യാം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഏകദേശം 15 എണ്ണം കിട്ടും കേട്ടോ. 12 മോളിലാണ് എൻ്റെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് 15 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും ഈ റെസിപ്പിയിൽ. അപ്പം ഇത് നമുക്കൊരു ഏകദേശം ഒരു 165 ഡിഗ്രിയിൽ ഒരു 16-നും 18-നും മിനിറ്റ് ഇടയ്ക്ക് നല്ലോണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡോളീസ് ഇൻ കപ്പ് കേക്ക് അടിപൊളിയായിട്ട് ബേക്കായിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് വെച്ചാൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും. പഞ്ഞി ഉണ്ടോ അതിനേക്കഞ്ഞ് സോഫ്റ്റ് ആയിരിക്കും ഈ കപ്പ് കേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി മോള് കട്ട് ചെയ്യുവാൻ വേണ്ട. ഇത് കൃത്യം ലെവലിലാണ് ബേക്കായിട്ട് പൊങ്ങി വരുള്ളൂ. എന്നാലും നമ്മളിതിന് മുകളിൽ ഐസിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗണാഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വീഡിയോസ് തന്നെ നോക്കിയാൽ മതി. വീഡിയോസ് തന്നെ റെസിപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നല്ലൊരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കപ്പ് കേക്കിന് 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന് വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പഞ്ഞി പോലെ ആയിരിക്കും ഇരിക്കുന്നത്. രണ്ടാമത് ഈ കപ്പ് കേക്ക് ലെവലായിട്ടേ ഇരിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ഡോം പോലെ മുകളിൽ ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ 1 ഇഞ്ച് പോലും നമ്മുടെ വേസ്റ്റ് ആക്കാതെ നമ്മുടെ കപ്പ് കേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം വെബ്സൈറ്റിൽ ഫോറം എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെ നിങ്ങളുണ്ടാക്കിയ കേക്കുകളുടെ പിക്ചേഴ്സും അപ്ലോഡ് ചെയ്യാം. അപ്പം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന കേക്കുകളുടെ ആണെങ്കിലും പിക്ചേഴ്സ് അവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൂടെ പറയുവാണെങ്കിൽ നമ്മുടെ സ്റ്റോറീസിൽ ആഡ് ചെയ്യുമ്പം നിങ്ങളുടെ പേരൂടെ കൊടുക്കുന്നതായിരിക്കും. അപ്പം യൂട്യൂബ് ചാനലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും പിക്ചറിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം see you next time.